അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ട്? എനിക്ക് 17 വയസ്സാണ് ഇപ്പോൾ. ഈ ഓഗസ്റ്റിൽ എനിക്ക് 18 വയസ്സാവും. അംബീഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്. അംബീഷൻ എന്ന് പറഞ്ഞാൽ ജോബ് വൈസ് ആണെങ്കിൽ എനിക്കൊരു ലോയർ ആവാനാണ് താല്പര്യം. അതാണ് എൻ്റെ അംബീഷൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവപ്രിയനെയാണ്. ഈ കുട്ടി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 19, ആള് കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രായം എന്ന് പറയുന്നത് 31 എബോവ് സംതിങ് ആണ് ആളുടെ പ്രായം. ആളൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഇത് മനോരമ ഓൺലൈനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 19കാരിക്ക് വരാൻ 31കാരനോ? യൂട്യൂബർ ദേവപ്രിയയുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ വിമർശനം. ഭർത്താവിന്റെ പ്രായം തുറന്നു പറഞ്ഞ ദേവപ്രിയ, അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ അയാൾ വിവാഹാഭ്യർത്ഥന നടത്തി. ആരോപണവുമായി സഹോദരൻ. ഇത് കഴിഞ്ഞിട്ട് ആളുടെ സഹോദരനാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. തന്നെ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പേജ് ഇല്ല, അതിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് അതിനകത്ത് നോക്കുമ്പോൾ 0 പോസ്റ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പോഴും 200 സംതിങ് K ഫോളോവേഴ്സ് ഉള്ള ആ ഒരു പ്രൊഫൈൽ അവിടെ കിടപ്പുണ്ട്. ബട്ട് DP ഒന്നും ഇട്ടിട്ടില്ല, പോസ്റ്റ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഈ കുട്ടി പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിരുന്നു ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആ ബ്രദർ, പുള്ളിയുടെ സഹോദരൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മറ്റൊരു മീഡിയയിൽ വന്നേക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. വിവാഹത്തിന് പിന്നാലെ വിശദീകരണവുമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ. വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം. ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത്. ഡിസംബർ 17 മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും 19കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു K മനോജുമായി വിവാഹിതയായത്. പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു. ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രിയയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത്. ദേവപ്രിയയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. 19 വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല. 31 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്നത്. ദേവപ്രിയക്ക് പറയാനുള്ള കാര്യത്തോടെ നമുക്ക് വരാം. അതിനു മുന്നേ ഇപ്പോൾ ഇവിടെ ഈ കുട്ടി കല്യാണം കഴിച്ചതിൽ ലീഗൽപരമായിട്ടുള്ള ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം ഇന്ത്യൻ നിയമത്തിൽ പറയുന്ന പ്രകാരമുള്ള ഒരു കല്യാണം തന്നെയാണ് അവർ കഴിച്ചിരിക്കുന്നത്. കാര്യം 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരാൾ തന്നെയാണ്. 19 വയസ്സുണ്ടാകും കുട്ടിക്ക്. ആൾക്കാണെങ്കിൽ 30 എബോവ് എന്ന് പറയുമെങ്കിലും അങ്ങനെ ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അങ്ങനത്തെ നിയമമോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്ന കാര്യങ്ങൾ നിയമത്തിന്റെ വശത്തിലില്ല. ഇത്തരത്തിൽ പല ആളുകളും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിലാണെങ്കിലും നസ്രി ആണെങ്കിലും ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 വയസ്സോളം എന്തോ ഡിഫറൻസ് അവർക്കിടയിലുണ്ട്. ആൻഡ് ഇത്തരത്തിൽ ഇങ്ങനെ ഒളിച്ചോടി പോയേക്കുന്ന ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി പോയേക്കുന്ന ഒരു ആളുടെ വിഷയം നമ്മൾ ആദ്യമായിട്ടല്ല സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പൂജാമല്ലേ നിങ്ങളാരും മറന്നിട്ടില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു സുഹൃത്തുക്കളെ. ആൻഡ് എന്താണെങ്കിലും ഈ കുട്ടിയുടെ ആ ഒരു സഹോദരൻ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റിലെ 2 പേജ് മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വായിക്കാം. He proposed to her when she was only 17 years old, which means he was 29 at that time. Can a 29-year-old man proposing to a +2 student really be called love? How can a grown man be attracted to such a young girl? As a brother, I always protected and uplifted her when I came to know about the relationship. I explained every possible life consequences to her. She told us that she had ended it, so we didn't take the matter further. Our family clearly told her that she was free to choose her life partner when the time was right after completing her studies and getting a job. Even my father said this openly. We also spoke to his family in a respectful and dignified manner. അതായത് ആ കുട്ടി മോളെ നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ പോയി കല്യാണം കഴിച്ചോളൂ എന്നവരുടെ വീട്ടുകാർ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുട്ടി എന്തിനാണ് പിന്നെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇനി ഒരു ഒളിച്ചോടി പോയേക്കുന്ന ആ ഒരു സീനിയർ പരീഡ് പറയുന്നുണ്ട്. One day she left college with him. His entire family, his father, mother and brother switched off their phones. She called us once to say she was going with him and then turned off her phone, giving us no chance to talk. When we went to his house, there was no one there. It was locked. We were extremely tense. We had no idea what was happening or whether manipulation or pressure was involved.
especially because she had earlier told us that the relationship had ended. Many questions were running through our minds. The very next day we saw her wedding photos. അതായത് പിറ്റേ ദിവസം ഇതുപോലെ അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം കഴിഞ്ഞ ഫോട്ടോ ആണ് എല്ലാവരെയും പോലെ അവർ കാണുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കായിട്ട് കൊണ്ടിടുമ്പോൾ ഇവർ ആലോചിക്കേണ്ടേ, അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ കിടക്കുന്നൊരു മാരേജാണ്, അത് പബ്ലിക്കായിട്ട് കൊണ്ടിടുമ്പോൾ ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയും, നിങ്ങളെ ജഡ്ജ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആ കുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് മാരീഡ് ഓൺ 17/12/2025. I am Devapriya, 19 years old and a law student. My husband is Jishnu K. Manoj, 31 years old and a psychologist. We met 2 years ago as friends. My family introduced him to me as they have been friends since childhood. Over time, we spoke regularly and realized that we shared similar interests, values and compatibility. Before entering into a relationship, we openly discussed the age difference and the possible consequences. There was no proposal or planned love story. Our friendship developed naturally. After I became a legally recognized adult, it turned into a relationship and I decided to marry him. This decision was entirely my own. I was not influenced, pressured or forced by anyone. As a psychologist, he clearly explained the emotional and life changes that may occur as I grow older. After understanding all of this, I chose this relationship with full awareness. Any allegations claiming that my husband influenced me before I became an adult are completely false and do not represent the truth. We wished to have our parents' approval. I spoke to my parents several times about my relationship. My husband's family also tried repeatedly through phone calls and direct communication to speak with them. I clearly informed my parents that I would marry only after completing my education and studies. However, they did not accept this and were not interested in approving the marriage. There were also several other issues involved which I do not wish to make public. അല്ല, പബ്ലിക്കിലോട്ട് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളൊരു കാര്യം അങ്ങനെ പോസ്റ്റ് കൊണ്ട് ഇടേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. കാര്യം അങ്ങനെ ഇടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. എസ്പെഷ്യലി ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള സാഹചര്യത്തിൽ തന്നെ കൊണ്ടിടേണ്ടുന്നത് കൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങളും കാര്യങ്ങളും കേൾക്കേണ്ടി വരുന്നത്. എന്നിട്ട് തന്നെ എനിക്കൊന്നും പബ്ലിക്കിൽ പറയാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ടാണ് ഇതിപ്പോൾ പറയേണ്ടതായിട്ട് വരുന്നത്. പിന്നെ വീട്ടുകാർ ഈ ഒരു കല്യാണത്തിന് എന്താണെങ്കിലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം പഠിക്കേണ്ട ടൈമാണ്. അപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇങ്ങനെ ആണോന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് വായിച്ചതിന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. അപ്പോൾ ആളുടെ ഹസ്ബൻഡിൻ്റെ ആൾ ഇങ്ങനെ നിരന്തരമായിട്ട് പുള്ളിക്കാരിനെ വീട്ടിലോട്ട് കോൺടാക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഏജ് 30 എബോ ആയില്ല. അപ്പോൾ അതിൻ്റെ രീതിയിൽ പെട്ടെന്ന് കല്യാണം എന്നുള്ള രീതിയിൽ വീട്ടുകാർ അങ്ങനെ വിചാരിച്ചായിരിക്കും. കുട്ടിക്ക് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ട് ഇനി കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ പുള്ളിക്ക് പിന്നെ ഏജ് കൂടൂലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചതായിരിക്കും. ആ കുട്ടിയുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ലേ പറഞ്ഞേക്കുന്നത്. അവർക്ക് എന്താണെങ്കിൽ ഈ കുട്ടിയാണല്ലോ പ്രധാനം, അവരുടെ ലൈഫാണല്ലോ പ്രധാനം. അപ്പോൾ എഡ്യൂക്കേഷനും ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച പോലെ ആ ഒരു സ്റ്റാൻഡിലായിരിക്കും അവർ നിന്നിട്ടുണ്ടാവുക. അതിലെനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ്, ഇമോഷണൽ സ്ട്രഗിൾസ് ആൻഡ് ഡിസ്കഷൻസ്, വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരിഡ്. ആഫ്റ്റർ ഐ eloped, I informed my father that I was going to get married. After the marriage, I also spoke with my mother. These are the facts. I did not want to enter a forced marriage, live an unhappy life, face divorce and then remarry. I have one life and I want to live it with peace and happiness. I value family life, but my wishes were not accepted. നല്ലൊരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ, ഒരു റീമാരേജിനോ ഡിവോഴ്സിനോ ഒന്നും ഫേസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം എടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം പറയാനുള്ള സിറ്റുവേഷൻ പുള്ളിക്കാരിക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം മറ്റൊന്നല്ല, ഇപ്പോൾ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് മറ്റൊരു കല്യാണത്തിന് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് പറയാം, എനിക്ക് താല്പര്യമില്ലാത്ത കല്യാണമാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല, കാര്യം എനിക്ക് അങ്ങനെ ആ ഒരാളുമായിട്ട് ജെല്ലാവാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല അഥവാ വീട്ടുകാരെങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിലും ആ ഒരു കല്യാണം നടക്കാതെ ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ജീവിക്കാനുള്ള എല്ലാവിധ നിയമ സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, ചുറ്റുപാട് നടക്കുന്ന കാര്യം ചെറിയ രീതിയിലെങ്കിലൊക്കെ എന്താണെങ്കിലും അറിയാമായിരിക്കുമല്ലോ. മറ്റൊരാളുടെ അടുത്ത് സഹായം തേടാനാണെങ്കിലൊക്കെ ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരാളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറയാനുള്ള ഒരു സിറ്റുവേഷൻ പുള്ളിക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറച്ച് ഒത്തിരി ഏർലി സ്റ്റേജിലായി പോയി എന്നുള്ള വേവലാതി തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ഫാമിലിക്കാണെങ്കിലും ഉണ്ടാവുക. പിന്നെ ആക്ടിങ് ആൻഡ് ഡാൻസിങ് ആർ മൈ പാഷൻസ് and I have always worked towards personal growth. It is true that my account Devuti and my journey as a content creator gave me recognition.
support and love. I understand that many people have genuine concerns about my life and future. Marriage will not affect my education or career. I will complete my studies and pursue my goals. My husband's family treats me like their own daughter. My husband is my strength and my safe space, and we move forward together with confidence. But however, there were also people who intentionally target and bully us. Their actions do not affect us. No one can destroy us. Real life and real life are different. Judging someone solely based on reels, photos, or posts does not reflect who they truly are. You do not know us personally. Maturity cannot be measured by age alone. Growth and change are natural. Many marriages that meet social media expectations still fail. A successful marriage depends on understanding, communication, and mutual respect. To everyone who has shown concern and shared their opinions, both positive and negative, thank you. All comments are welcome. Those who wish to know more about me, my skills, and my life updates may follow this page. I appreciate both the support and the criticism during this situation. ഇനി റിയൽ ലൈഫ് ഈസസ് റിയൽ ലൈഫ്, അത് കുട്ടി പറഞ്ഞതിൻ്റെ കാര്യമുണ്ട്. പുള്ളിക്കാരുടെ കണ്ടന്റ് വെച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് വരാം. പക്ഷേ ഇവിടെ ഞാൻ ആലോചിക്കുന്നത്, പുള്ളി ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ, പുള്ളിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞു, ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇടാതെ അടിപൊളിയായിട്ട് തന്നെ പോകണം കേട്ടോ, എങ്കിലും നമ്മളിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾ പറയണമല്ലോ. അപ്പോൾ പുള്ളിക്ക് ഇപ്പം ഞാനാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, എത്രയോ വീഡിയോസിനകത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, കുറച്ച് നിങ്ങൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, മറക്കമായിരിക്കും. ഈ വീഡിയോക്കകത്തോടെ സംസാരിക്കാൻ ഞാനാണെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂലേ, മനുഷ്യനല്ലേ. അപ്പം നാളുകളിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു കൊച്ചാണെങ്കിൽ ബോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ അവൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം, അവൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടേ. അപ്പം ആ ഒരു കാര്യം തന്നെ അവരുടെ ഫാമിലി വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചുള്ള പുള്ളിക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കണമല്ലോ. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പുള്ളിക്കാരിയും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു എന്താ പറയുക, സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നതന്നെയാണ് എപ്പോഴും നല്ലതെന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ കമൻറ്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം. നോ വേർഡ്സ്, എവറി സ്ലൈഡ് സ്പീക്സ് ആൻഡ് സ്റ്റിൽ റിഫ്ലെക്ട്സ് ദാറ്റ് യു ആർ എ കിഡ്. മാർക്ക് മൈ വേർഡ്സ് ഡാർലിംഗ്, ഡെഫിനറ്റ്ലി ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം യു വിൽ പോസ് ആൻഡ് തിങ്ക്. ടിൽ ദെൻ ബെസ്റ്റ് വിഷസ്. പിന്നെ എസ് അഭിജിത്ത് ഒരു കമൻറ്റ് ഇട്ടുണ്ട്. ഐ ആം സോറി ടു സേ ദിസ് ബട്ട് ദിസ് പോസ്റ്റ് സ്ക്രീംസ് ദിസ് ഈസ് എ ക്ലാസിക് കേസ് ഓഫ് ഗ്രൂമിങ്. ഈ ഗ്രൂമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ ഈ ഗ്രൂമിംഗ് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ലേമാൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ ലേമാൻസ് ലാംഗ്വേജിലെ ഗ്രൂമിംഗ് ആണ് ഉദ്ദേശിച്ചത്. അതിൽ അർത്ഥമാകുന്ന ഇതാണ്, ഈ ചൈൽഡിൻ്റെ അടുത്തൊക്കെയുള്ള സെക്ഷൽ അബ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്രോ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, യു ഡോണ്ട് നോ ദ ഫാക്ട്സ് ആൻഡ് അബൌട്ട് us. Please don't judge us based on this post. Respect your decision, girl. I am 23 now. I regret every decision I made when I was 19. Genuinely hope that you won't regret and have a happy life. എല്ലാവരും അല്ലെങ്കിൽ മെജോറിറ്റി ആളുകളും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഏർലി സ്റ്റേജിലെടുത്തേക്ക് ഈ ഒരു തീരുമാനം നാളുകളിൽ തെറ്റായി പോകരുത്, നല്ല രീതിയിൽ പോകണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഇത്രയും ആളുകൾ അതിനെ ജഡ്ജ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ കാരണമായത് ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടിട്ടതുകൊണ്ടാണ്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പുള്ളിയാണെങ്കിൽ ആലോചിക്കണ്ടേ, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ള സാധനങ്ങൾ പിന്നെ പബ്ലിക്കിൽ ഇടുമ്പോൾ ഇങ്ങനത്തെ മറ്റു കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടി നേരിടേണ്ടി വരും എന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒരു ഫണ്ണി സൈഡിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ കണ്ടന്റും അല്ലെങ്കിൽ റിയൽ ലൈഫായിട്ട് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് കണ്ടന്റ്സ് നമുക്ക് നോക്കാം. പുള്ളിക്കാരി ഇട്ടേക്കുന്നത് ട്രാൻസിഷൻ ഇൻ എവറി ഗേൾസ് ലൈഫ്. ആദ്യം ബുക്ക് വലിച്ചു കീറുന്നു, പിന്നെ പാഡ് വലിച്ചു കീറുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിച്ച് വയറ് തടവുന്നു, കുറേ നാൾ കഴിയുമ്പോൾ ഫുഡ് കഴിച്ച് വയറ് വീർത്ത് പിന്നെ അത് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്നു. പിന്നെ ചുണ്ടിലിടേണ്ട ലിപ്സ്റ്റിക്ക് കൈ തേക്കുന്നു, അത് തുടച്ച് കളയാൻ വേണ്ടി പാലൊഴിച്ച് കഴുകി കളയുന്നു. പിന്നെ ബലൂൺ വീർപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്ന അടുപ്പിൽ ഊതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒരുപാട് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് എവറി ഗേൾസിൻ്റെ ലൈഫിലെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടന്റ് ഇട്ടേക്കുന്ന ഒരു വ്യക്തിയാണോ ഇപ്പോൾ പോയിട്ട് ഏർലി സ്റ്റേജിൽ കല്യാണം കഴിച്ചെന്നുള്ള സാധനം നമുക്ക് കുറേ അങ്ങനെ കാണാൻ നമുക്ക് പറ്റുമേ. പക്ഷേ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു 1.5 വർഷം മുന്നേ ഇട്ടേക്കുന്ന ഒരു Q&Aയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ കുട്ടി ഒരു അത്രയും ആ ഒരു ലോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആ ഒരു വിഷനൊക്കെ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരാളാണ് പിന്നീട് പെട്ടെന്ന് ഇത്രയും കല്യാണം കഴിച്ച് ആ ഒരു കാര്യത്തിലോട്ടൊക്കെ പോയിരിക്കുന്നത്. അന്ന് ആ ഒരു Q&Aയിൽ ഇട്ടേക്കുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ചേച്ചിക്ക് എത്ര ഏജ് ഉണ്ട്? എനിക്ക് 17 വയസ്സാണ് ഇപ്പോൾ. ഈ ഓഗസ്റ്റിൽ എനിക്ക് 18 വയസ്സാവും. അംബീഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്. അംബീഷൻ എന്ന് പറഞ്ഞാൽ ജോബ് വൈസ് ആണെങ്കിൽ എനിക്കൊരു ലോയർ ആവാനാണ് താല്പര്യം. അതാണ് എൻ്റെ അംബീഷൻ. പിന്നെ ഹൂ ഷൂട്ട്സ് വീഡിയോ ഫോർ യു?
എൻ്റെ ബ്രദറാണ്, ഏട്ടനാണ് എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നത്. ആർ യു സ്റ്റിൽ സ്റ്റഡിങ് ഓർ വർക്കിംഗ്? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ലോയർ ആവാൻ വേണ്ടിയിട്ട് LLB ഒരു കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെങ്കിലും ഈ കുട്ടിയുടെ ആ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അന്ന് ഈ ഒരു ലോ കംപ്ലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി മാറണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ആ ഒരു കുട്ടി. അങ്ങനെ ഒരാളെ ഇത്ര ഏർലി സ്റ്റേജിൽ തന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ കിടക്കുമെങ്കിൽ പോലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും അവരുടെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഒരു കളങ്കം കൂടാതെ കിടിലമായിട്ട് തന്നെ പോട്ടെ എന്നുള്ളത് മാത്രമേ നമ്മളും പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പൊതുവായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു പൂജാമലിൻ്റെ വിഷയം അന്ന് തൊട്ട് പറയാനുള്ള അതേ കാര്യം തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. നമ്മൾ ഈ ഒരു ഏർലി സ്റ്റേജിലൊക്കെ കല്യാണം കഴിക്കണോ വേണ്ടെന്നൊക്കെയുള്ള ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. നിയമത്തിൽ അതിന് പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരുപാട് മുന്നോട്ട് കിടപ്പുണ്ട്. നമ്മളൊരു അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുന്നൊരു ടൈമാണ്. നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എപ്പോഴും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി ഒളിച്ചോടി പോകുന്നവരുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് സത്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അവരുടെ വീട്ടുകാർക്ക് നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു സാധനം തന്നെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ പോലും ഞങ്ങളുടെ ജൂനിയറായിട്ടുള്ളൊരു കൊച്ചുണ്ടായിരുന്നു. അവൾ ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം കോളേജിൽ വരാണ്ടായി. അവരുടെ അപ്പം അത്യാവശ്യം ചർച്ചയായിട്ടുണ്ടായിരുന്നു കോളേജിൽ, ഇവളെ കാണാനില്ല, മിസ്സിംഗ് ആണ്. ഇവരുടെ വീട്ടുകാരൊക്കെ മുടിഞ്ഞ കരച്ചിലും പിടിച്ചിലേക്കാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, കോളേജിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി, നേരെ പോയി കല്യാണം കഴിച്ചു. പിന്നെ അവൻ്റെ കൂടെ ആയിരുന്നു. വീട്ടുകാരൊക്കെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും അങ്ങനെ കുറേ സീനൊക്കെ ആയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ അവൾ കോളേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന അത്യാവശ്യം വീട്ടുകാർക്ക് നല്ല പെയിൻ ഉണ്ടാക്കും. അതല്ല വീട്ടുകാർ മറ്റേ കാഞ്ചനമാല മൊയ്തീൻ്റെ കൂട്ടത്തിൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. അങ്ങനത്തെ ടോക്സിക് പേരൻസ് ആണ് അതിൽ നിന്നൊക്കെ ഉള്ളത്. നിയമത്തിൻ്റെ സഹായം കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ വേണ്ടേ ഞാൻ കല്യാണം കഴിക്കാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. ബട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് ഇവിടെ ഇങ്ങനൊരു സഹായം കൂടി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ളപ്പം അത് ഉപയോഗപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ വേ. നമുക്ക് ആ ഒരു ഒളിയും മറയില്ലാതെ ആരുടെ മുന്നിൽ തല ഉയർത്തി തന്നെ നടക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ഇതുപോലെ ആൾക്കാരുടെ കുത്തുവാക്കുകളൊന്നും കേൾക്കേണ്ടതായിട്ട് വരത്തില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.